അഭിനന്ദന പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനെ അനുകരിക്കുന്നേ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനോടകം ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. വൈകിയ ഈ വേളയിൽ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിൽ നിന്ന് വിരമിച്ചുള്ള സഭാ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ ഒരു നല്ല പദം ഉപയോഗിച്ചു. ശ്രീ എം വർഗീസ് ശ്ലൈഹിക വാഴവോട് കൂടിയാണ് കൊല്ലപ്പെട്ടത്. എങ്ങനെയൊന്നും പറഞ്ഞ് ഈ ആളുകളെ മനസ്സിലാക്കുന്നത് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു ശ്ലൈഹിക വാഴ്വ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായി എന്ന ഒരൊറ്റ കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിച്ചുകൊള്ളാം. ഞാനിവിടെ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ആലുവായിലെ വലിയ തിരുമേനി എന്നാണ്. പാശ്ചാത്യ വിഭാഗത്തിന്റെ മലങ്കര മെത്രാപ്പൊലീത്തയായി ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ കടന്നിരിക്കുന്ന പൗലോസ് മാർ അത്താനാസ്യോസ് തിരുമേനിയാണല്ലോ വലിയ തിരുമേനി എന്ന് വിളിക്കുന്നത്. ആ പുസ്തകം എഴുതിയത് പാശ്ചാത്യ വിഭാഗത്തിന്റെ സുപ്രസിദ്ധ നേതാവായ, അംഗീകരിക്കുന്ന നേതാവായ ശ്രീ കണിയാമ്പറമ്പിൽ കുര്യൻ എപ്പിസ്കോപ്പ അവരുകളാണ്. ആ പുസ്തകമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പുസ്തകത്തിൽ വായിക്കുന്നതിന് മുമ്പ് ആ പുസ്തകത്തിൽ തുല്യമായി കൂടെ പറയട്ടെ. പരിശുദ്ധ പാത്രീസ് ബാബ, ശ്രേഷ്ഠ ബാബ ബസേലിയോസ് ബാബ, ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാബ, കാലം ചെയ്ത ആലുവയിലെ ഗ്രിഗോറിയോസ് തിരുമേനി, ഇതുകൂടാതെ ഈ സേവരിയോസ്, അതായത് അരവാഴ്ച മുഴുവൻ കാര്യങ്ങൾ നടന്ന മാത്യൂസ് മാർ സേവരിയോസ് തിരുമേനി, സേവരിയോസ് തിരുമേനി, ഇതുകൂടാതെ പെരുമ്പള്ളിയിലുണ്ടായിരുന്ന ഗ്രിഗോറിയോസ് തിരുമേനി, ഈ 6 മെത്രാപ്പൊലീത്തമാരുടെ ആശീർവാദവും അംഗീകാരവും ഉള്ളതാണ് ഈ പുസ്തകം. പറയുന്നവരെ അംഗീകരിക്കണമല്ലോ, അവർ അംഗീകരിക്കുകയാണ്. സംഭവം എന്താണെന്ന് 2 മിനിറ്റ് കൊണ്ട് ഞാൻ വിശദമാക്കട്ടെ. ഇവിടെ കാതോലിക്കയിട്ട് പുനഃസ്ഥാപിച്ച് മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം തന്നത് സിറിയയിൽ നിന്നിവിടെ വന്ന അബ്ദുൽ മിശിയ പാത്രീസ് ബാബയാണ്. അദ്ദേഹം 1911 ഇവിടെ വന്നു. 12 നിലമ്പള്ളിയിൽ വെച്ച് മലങ്കര സഭയ്ക്ക് സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി കാതോലിക്കയെ സ്ഥാപിച്ചു. ആ അവസരത്തിൽ ഈ കാതോലിക്ക സ്ഥാപനത്തിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച, അന്ന് തന്നെ MA ഡിഗ്രി പാസ്സായിട്ടുള്ള MA-കാരൻ ഒരു ഫാദർ PT വർഗീസ് ആണ് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത്. അദ്ദേഹമാണ് പിന്നീട് ഈവാനിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയാവുകയും കത്തോലിക്ക സഭയിൽ ചേരുകയും ചെയ്തത്. ഇത്രയും കാര്യം അറിഞ്ഞുകൊണ്ട് 1912 നിലത്ത് വെച്ച് നടന്ന കത്തോലിക്ക വാഴ്ച സമയത്തുണ്ടായ ഒരു കാര്യം കണിയാമ്പറമ്പിൽ എഴുതിയിട്ടുണ്ട്. അന്ന് അമ്മയൊക്കെ പരിഹസിക്കാൻ. പക്ഷേ അഭിനന്ദ യൂനിവേഴ്സ് തിരുമേനി പറഞ്ഞതുപോലെ കള്ളം പറയുമ്പോഴും അതിൽ കൂടെ സത്യം തലപൊക്കി വരും. അതാണ് നമുക്ക് കാണാനുള്ളത്. എന്തുകൊണ്ട് ശ്രീ എം വർഗീസ് നട്ടുച്ചയ്ക്ക് നടുറോഡിൽ അതിക്രൂരമായി ഈ ശൈലിക വാഴ്വോടുകൂടി കൊല്ലപ്പെട്ടു എന്ന് ഈ സംഭവം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ പള്ളിയിൽ കാതോലിക്ക വാഴ്ചയോടടുത്ത് നടന്ന കാര്യത്തെ സംബന്ധിച്ച് കണിയാമ്പറമ്പിൽ എഴുതിയിരിക്കുന്ന ആലുവായിലെ വലിയ തിരുമേനി എന്ന പുസ്തകത്തിന്റെ 28ാമത്തെ പേജിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾക്കാം. ഈ വിവരങ്ങളെ കുറിച്ച് അന്ന് ഇതിന്റെ എല്ലാം സൂത്രധാരനായിരുന്ന മാർ ഇവാനിയോസ് തിരുവനന്തപുരം ആർക്കിബിഷപ്പ് റോമൻ കത്തോലിക്ക സഭയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ എഴുതിയ ഈ ഇതിന്റെ ഒരു ഭാഗം ഇത്തരത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയിൽ ചേർന്നതിന് ശേഷം ഗിരിദീപം എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരിക്കുന്ന ഈ വസ്തുത കണിയാമ്പറമ്പിൽ അച്ഛൻ തന്റെ പുസ്തകത്തിലേക്ക് പകർത്തി നമുക്ക് തന്നിരിക്കുകയാണ്. അതൊന്ന് വായിച്ച് നിൽക്കാനുള്ള സമയമുള്ളൂ.
അത് കഴിയുമ്പോൾ ഞാൻ ലഭിക്കും. അടുത്ത ഭാഗം വായിക്കാം. അദ്ദേഹം എഴുതുന്നു, നിശ്ചിത ദിവസം പ്രഭാതത്തോടു കൂടിയാണ് നാം നിരവധി പള്ളിയിൽ ചേർന്നത്. അതെ, ഈ PT ഗീവർഗീസ് എന്ന് പറയുന്ന അച്ഛൻ ഇതിന് എല്ലാം നേതൃത്വം കൊടുത്ത ആ യുവാനിയോസ് എന്ന പേരിൽ വായിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഈ അച്ഛൻ നിശ്ചിത ദിവസം നിരണം പള്ളിയിൽ കാതോലിക്ക വാഴ്ചയ്ക്ക് സമയമായപ്പോൾ എത്തിച്ചേരുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ അപ്പോൾ പാത്രികീസ് ബാവ അബ്ദുൾ മിശിഹായും പാത്രികീസ് ബാവയുണ്ട്. അദ്ദേഹത്തോട് ഒന്നിച്ചു വന്ന സീമ റബ്ബാന്മാരും. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ കൂടെ 2 ശീമ റബ്ബാന്മാരുണ്ട്. മെത്രാപ്പൊലീത്ത തിരുമേനിമാരും ഔഗേൻ റബ്ബാൻ, പിന്നീട് നമ്മുടെ കാതോലിക്കോസായി വാഴിക്കപ്പെട്ട ഔഗേൻ റബ്ബാൻ എന്നവിടെയുണ്ട്. അനേകം പട്ടക്കാരും ജനങ്ങളും കൂടി അവിടെ അനേകം പട്ടക്കാരും ജനങ്ങളും കൂടിയിരിക്കുന്നു നിരണം പള്ളി. ആദ്യമായി നാം മലങ്കര മെത്രാപ്പൊലീത്ത മാർ ഗിരിരാജു തിരുമേനിയുടെ കൈമുട്ടി ഈ പറയുന്ന PT ഗീവർഗീസ് അച്ഛൻ അപ്പോൾ തിരുമേനിയിൽ നിന്ന് കേൾക്കാൻ മലങ്കര മെത്രാപ്പൊലീത്ത വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഈ ദീപത്തിൽ ഈ അച്ഛൻ, അതായത് പിന്നീട് മെത്രാപ്പൊലീത്തയെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. കേൾപ്പാനുള്ള വർത്തമാനം നമ്മെ എല്ലാവരും ജീവിപ്പിക്കുകയും വേദനപ്പെടുത്തുകയും ചെയ്തു. കാതോലിക്ക സ്ഥാനം നൽകുന്നതിന് ബാവ തിരുമനസിലൂടെ വൈമുഖ്യം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ കാതോലിക്ക സ്ഥാനം കൊടുക്കുവാൻ അബ്ദുൾ പാത്രികീസ് ബാവ തയ്യാറല്ല. നിങ്ങൾ ഗൗരവമായി കേൾക്കണം. അബ്ദുൾ പാത്രികീസ് ബാവ ഇതിനുവേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ തയ്യാറില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ച് കുറിക്കലിരിക്കുന്നതായി കേൾക്കാൻ നമുക്ക്. പള്ളിയിലേക്ക് ഇറങ്ങാൻ പോലും മനസ്സില്ലാതെ അദ്ദേഹം കഥകൾ പഠിച്ച മുറി കഥകം അടച്ച് മുറിക്കുള്ളിലിരിക്കുകയാണ്. മലങ്കര മെത്രാപ്പൊലീത്ത തിരുമേനി മറ്റുള്ളവരും എത്ര തന്നെ അപേക്ഷിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ബാവ തിരുമനസിലൂടെ കൽപ്പിച്ചുകൊണ്ട് മുറിക്കെടുത്ത് അടച്ചിരിക്കുകയാണ്. കാതോലിക്കാരെ വാഴിക്കുകയില്ല. നാം നേരെ ചെന്ന് ബാവ തിരുമനസിലെ മുറിയുടെ കഥയെ കൂട്ടി അതായത് PT ഗീവർഗീസ് അച്ഛൻ നേരെ ചെന്ന് ബാവ തിരുമേനി ഇരിക്കുന്ന മുറിയുടെ കഥയിൽ മുട്ടി തൽക്ഷണം അത് തുറക്കുകയായി അത് വാതിൽ തുറന്നു. അദ്ദേഹം അകത്ത് കടന്നു, വാതിൽ അടച്ചു. പിന്നീട് അവർ തമ്മിലുണ്ടായ സംഭാഷണമാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ശാരീരികമായിരിക്കുന്ന ആശീർവാദത്തോടെ കൊലപാതകം നടക്കാറുണ്ടായ കാരണം അബ്ദുൾ പാത്രികീസ് ബാവ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. കാതോലിക്ക വാഴ്ച നടത്തിയത് കാതോലിക്കായെ വാഴിച്ചാൽ കൂടെ വന്ന എന്റെ കൂടെ ശീമയിൽ നിന്ന് വന്ന റമ്പാന്മാർ നമ്മെ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്ത് എറിയും എന്ന് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരിക്കുന്നു. അവരിൽ നിന്ന് രക്ഷിപ്പാൻ ശീമവരെ ഫാദർ PT ഗീവർഗീസും കൂടെ ഗീവർഗീസ് അച്ഛനും വരണം, അല്ലെങ്കിൽ റമ്പാന്മാരെ തട്ടിക്കളയും. ബോംബെ വരെ അദ്ദേഹം ചെല്ലാറുണ്ട്. ഉടനെ അച്ഛൻ പറഞ്ഞു, ബോംബെ വരെ ഞാൻ വരാം, അവിടെ വെച്ച് വേണ്ട ഇടപാടൊക്കെ ചെയ്തോളാം, ബാബാജിന് വേണ്ടി പേടിക്കണ്ട. തുടർന്ന് പ്രിയപ്പെട്ടവര് ഇവിടെ എന്ത് കാര്യം ഓർക്കണം, പുസ്തകം വെറുതെ വായിച്ച പോലെ. ഇവിടെ അബ്ദുൾ പാത്രികീസ് വന്നപ്പോഴുണ്ടായിരുന്നു ശീമയിലെ 2 റമ്പാന്മാരും കൂടെ. അദ്ദേഹം 9 വന്ന് 11 പോയി. അദ്ദേഹം വാഴിക്കപ്പെട്ടത് നോക്കുന്ന 1906. അദ്ദേഹം വാഴിക്കപ്പെട്ട് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ മലങ്കരി വന്നു. മലങ്കരയിൽ 2 വർഷം താമസിച്ചു, തിരിച്ചുപോയി. 1915 കാര്യം ചെയ്തു. കക്ഷിയിൽപ്പെട്ട എന്റെ സഹോദര സുഹൃത്തുക്കളെ, 1906 വാഴിക്കപ്പെട്ട് 15 കാലം ചെയ്യുന്നവരെ അദ്ദേഹം അന്ത്യോക്യ സിംഹാസനം കാട്ടിയിട്ടേയില്ല. ഈ സത്യം നിങ്ങൾ അറിയണം. അതുകൊണ്ട് കുറുക്കുമാരായി താമസിക്കുന്ന അബ്ദുൾ പാത്രികീസ് ബാവ വന്നപ്പോഴും കൂടെ 2 റമ്പാന്മാരുണ്ട്. അഹമ്മദ് ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന നിവേദിക്കറിയാമോ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അബ്ദുൾ പാത്രികീസ് മുടക്കപ്പെട്ടവനാണ്. വന്നിരിക്കുന്ന മുടക്കപ്പെട്ടവന്റെ കൂടെ 2 റമ്പാന്മാർ. അച്ഛാ, മുടക്കപ്പെട്ട പാത്രികീസിന്റെ കൂടെ റമ്പാന്മാർ
കണിയാമ്പലത്തിൽ തെളിയിച്ചു തന്നതിന് നന്ദി, നമസ്കാരം. രണ്ടാമത്തെ കാര്യം, പാത്രീസ് ബാബ കാതോലിക്കാരെ വാഴിച്ചാൽ റംബാമായി കൊണ്ടുവരും. ശീമക്കാരുടെ കാതോലിക്കേറ്റ് തരാൻ മനസ്സില്ല. ഇവിടെ സ്വതന്ത്രമായ സഭ വളരാൻ ശീമക്കാരന് മനസ്സില്ല. അങ്ങനെ ഇവിടെ സ്വതന്ത്ര കാതോലിക്കേറ്റ് കൊടുത്താൽ കൊടുക്കുന്നവരെ തട്ടിക്കളയും. അവരുടെ പിണിയാളികളായിട്ട് നടക്കുന്ന വൃത്തികെട്ടവന്മാരല്ലേ ഇന്നും കാതോലിക്കേറ്റിനെ എതിർക്കുന്നത്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇവിടെ അവർ പറയുന്നു ഒന്ന് കളയും. ലൈംഗിക വായുവാണല്ലോ നമ്മുടെ വിഷയം. യൂണിവേഴ്സിറ്റി ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് അറിയാൻ വേണ്ടത് നിങ്ങൾക്ക് ഡോക്ടറേറ്റൊക്കെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ. എന്ത് ആത്മീക നന്മനമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്? സ്വന്തം നേതാവിനെ, അവർ വിശ്വസിക്കുന്ന സഭയുടെ പരമാധ്യക്ഷനായ പാത്രീസ് ബാവായെ മടക്ക യാത്രയിൽ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് തെറിഞ്ഞ് കൊല്ലുമെന്ന് പറയുന്ന ആ റംബാന്മാരുടെ പട്ടമല്ലേ ഈ ജീവന്യാസത്തിന്റെ പേരെത്തിയിരിക്കുന്നത്. അതിനെ ലൈംഗികമാണെന്ന് വിളിക്കും. കാരണം കൊല്ലാനും കൊലവിളി നടത്താനും തമ്മിത്തല്ലാനും 5 മിനിറ്റ് കൊണ്ട് കുർബാന ചെല്ലാനും കത്ത് കുർബാന ചെല്ലാനും വഴിയിരി കുർബാന ചെല്ലാനും ശവടക്കിയിട്ടുള്ളതായ ശവകുടീരത്തിന് മുകളിൽ വെച്ച് കുർബാന അർപ്പിക്കാനും കാപ്പയ്ക്കകത്തും പുറത്തുപ്പായത്തിനകത്തും തിരുവസ്ത്രങ്ങളും അതുപോലെ പൂജാപാത്രങ്ങളും ഒഴിച്ചു നിർത്താനുമുള്ള എല്ലാ നന്മനവും കൊടുത്തല്ലേ വാഴിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകത്തിന് ലൈംഗികമായില്ലേ? ആരാണ് എന്റെ വീട്ടിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പ്രവർത്തിക്കാതിരിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്ന നന്മനം അതാണ്. അടുത്ത കാര്യം നമുക്ക് അടുത്ത വാചകം വായിക്കാം. ഇതാ ബോംബെയിൽ വരെ കൊണ്ടുവന്നെത്തിച്ച് വേണ്ടതെല്ലാം ചെയ്തുകൊള്ളാമെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. പിന്നീട് അദ്ദേഹം പറഞ്ഞുപോയി, വേറൊരു സംഗതിയിലും നമുക്ക് റഹ്മാന്മാരെ പറ്റി ഭയമുണ്ട്. നമുക്ക് റഹ്മാന്മാരെ പറ്റി പിന്നെയും ഭയമുണ്ട്. പറയുമ്പോ എല്ലാം പറയണം, പറയുമ്പോൾ എല്ലാം പറയണം. നമ്മുടെ കൈവശം പണമായി വല്ലതും ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനായിട്ടും അവർ വല്ലതും ചെയ്തേക്കാവുന്നതല്ലേ? കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ അവർ വല്ലതും ചെയ്തേക്കൂല്ലേ എന്ന് പാത്രീസിന് സംശയം. വൃദ്ധനായ നമ്മെ കൊണ്ട് എന്ത് കഴിയും? വൃദ്ധനായ നമ്മെ കൊണ്ട് എന്ത് കഴിയും? അതുപോലെ അങ്ങനെ ഇവിടെ തിരുമേനിയൊക്കെ വലിയ സങ്കടത്തോടെ പറഞ്ഞു, പണം വാങ്ങിച്ച് ശാരിമാസ്ഥാനം കൊടുക്കുന്നു, മാതൃത്വപുള്ളികളോട് കൊടുക്കുന്നു. എന്റെ പൊന്നു തിരുമേനി അവരുടെ ഇടപാടെന്ന് മനസ്സിലായില്ലേ? പാത്രീസിനെ കൊന്നു പണമെടുക്കുന്നവരാണ് ശീലക്കാരൻ, ദ്രവ്യവൻ, എന്തക്ഷരവും പ്രവർത്തിക്കാൻ പഠിക്കാത്തവനാണ്. അതുകൊണ്ട് ശ്രേഷ്ഠഭാവ കോടികൾ വാങ്ങിച്ച് പട്ടം കൊടുത്താൽ എന്താ തെറ്റ്? ആ പട്ട എന്റെ കിട്ടിയിരിക്കുന്നത് അദ്ദേഹം നീതി പുലർത്തണ്ടേ? ആയിക്കോട്ടെ, നമുക്ക് സഹിക്കാം. അടുത്തത് അതിന്റെ സാധാരണ മറുപടി എല്ലാം മനസ്സിലായി. തിരുവനന്തപുരത്ത് ഈ വകയിലൊന്നും ഭയപ്പെട്ടില്ല. മടക്കയാത്രയെ കുറിച്ചും ആ വിവരത്തിൽ പറയുന്നത് അതോടെ നിങ്ങൾ കേൾക്കണം. ഞാൻ വീട്ടിലോടെ പോകും. തിരുവനന്തപുരത്തിലെ കൈവശത്തിൽ പലരിൽ നിന്നുമായി ലഭിച്ച ഗണ്യമായ ഒരു തുകയുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. അതെ, പാത്രീസ് ബാബായ്ക്ക് നല്ല കൈകൊണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കൊടുക്കൂലോ. കാരണം അവിടെ നിന്നും എത്ര നന്നായും വന്നിരിക്കുന്ന അറുപതായെന്ന് പറഞ്ഞു വന്നത്. പക്ഷെ പാവാന്ന് നമ്മൾ വിളിച്ചു. ചീമന് മഞ്ഞിരിക്കാതിരിക്കുന്ന യൂണിവേഴ്സ് എത്താമെന്ന് ബാബനെ വിളിക്കുള്ളൂ. അഭിമാനമുണ്ടോ? തൊലി വെളുത്തവനെ കാണുമ്പോൾ നമ്മുടെ അമ്പസിൽ പോകുമല്ലോ. അതെ, അദ്ദേഹത്തിന് നല്ല കൈമുട്ട് നമ്മൾ ആളുകൾ കൊടുത്തു. അവർക്ക് മാത്രമല്ല, ബാക്കി കേട്ടോ ഒന്നും കേട്ടോ. ബ്രഹ്മന്മാർക്കും അവർ ആശിച്ചിരുന്നതിൽ കൂടുതലായി നമ്മളൊക്കെ ആശിച്ചതിനെ കൂടുതൽ ബ്രഹ്മന്മാർ ആശിച്ചു. അതിൽ കൂടെ അവർക്ക് കിട്ടുകയും ബ്രഹ്മന്മാർക്കും കിട്ടി കാശ്. ബോംബെയിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രാ ചെലവ് ബാബയും ബ്രഹ്മന്മാരും അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവിടണമെന്ന് അവർ തമ്മിൽ തീരുമാനിച്ചു. അവരൊരു തീരുമാനം എടുത്ത് ബോംബെയിൽ പോകുമ്പോൾ ചെലവ് അപ്പനാ വഹിക്കണം. എന്തോ ഒരു ആത്മീക
ഈ ജാതി ജന്തുക്കളെ തിരുമേനി നമ്മൾ തോന്നുന്നത് ഇത്രയും അതൊന്നും എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ഇത് കന്യാകുമാരി വരെ സിനിമ എഴുതി തരികയാണ്. അതോടെ കേട്ടോ, ഇങ്ങനെ വെവ്വേറെ കപ്പലുകളിൽ വിട്ടു. അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തെളിഞ്ഞു കൊല്ലും. അതുകൊണ്ട് PG മേളകാരെ കപ്പലിൽ അയച്ചു. പ്രധാന പ്രവർത്തകന്റെ ഈ വിവരത്തെ അവിശ്വസിക്കാൻ ന്യായം കാണില്ല. അതാണ് നമ്മുടെ കന്യാകുമാരി വെച്ചതിന്റെ നിഗമനം. അത് അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പൊന്നിന് കന്യാപറമ്പിൽ കുര്യൻപിസ്കോപ്പാച്ച അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന സത്യമാണെന്ന് തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നു. സ്വന്തം പാത്രീസിനെ മേലാവിനെ അഴിഞ്ഞു കൊല്ലുവാൻ വെള്ളത്തിലേക്ക് എടുത്തെറിയുവാൻ മടിയില്ലാത്ത ശീമക്കാരനിൽ നിന്ന് ലഭിച്ച പൗരോഹിത്യ നന്മനം ഉപയോഗിച്ച് നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ആ ലൈംഗിക വാഴ ഉപയോഗിച്ച് ശ്രീ വർഗീസിനെയും അതുപോലെയുള്ള പ്രിയാക്കോസിനെയും മറ്റും കൊലപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് ഒരത്ഭുതവും തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഈ പുസ്തകം എഴുതിയത് കന്യാകുമാരിയിലാണ്. ഇത് ഇപ്പോൾ സുലഭമായി വാങ്ങാൻ കിട്ടും. 28ാമത്തെ പേജിലുള്ള കാര്യമാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ ഓർക്കണം, ഇതാണ് അമ്മയെ മറന്നാലും അന്ത്യോക്യയെ മറക്കുകയില്ല എന്ന് വിളിച്ചു പറയുന്നവർക്ക് അന്ത്യോക്യയിൽ നിന്ന് കിട്ടുന്ന ആത്മീക നൽവനം എന്നെന്ന് പറയണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പുസ്തകത്തിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരവസരം കിട്ടിയാൽ ഞാൻ പറഞ്ഞോളാം. ഈ പുസ്തകത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പറഞ്ഞാൽ നേരം പോകും. അതുകൊണ്ട് ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഈ പുസ്തകം എടുത്ത് വായിക്കണം, സത്യയോടെ വായിക്കണം. നമുക്കിതെല്ലാം കിട്ടും, വേണ്ടപ്പെട്ട അറിവുകളെല്ലാം കിട്ടും. പ്രിയപ്പെട്ടവരെ, ശ്രീ വർഗീസിന്റെയും തോട്ടപ്പാട്ട് പ്രിയാക്കോസിന്റെയും രക്തം ഇതാ ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുണ്യാത്മാക്കളെ ഓർക്കുവാനാണ് നമ്മൾ ഇന്നിവിടെ കടന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പലരും മറന്നുപോയെങ്കിലും അവരെ മറക്കാതെ ഈ ദിവസങ്ങളുടെ കടന്നു വന്ന് അവരോടുള്ള ആദരവും ഭക്തിയും സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിക്കാൻ മനസ്സ് കാണിച്ചവരാണ് ഏറ്റവും വിളിക്കുന്നത്. മറ്റു പലരും 12 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവരെ മറന്നുപോയോ എന്നെനിക്ക് പറയാൻ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ആ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നു. നിരവധി ദൈവത്തിന്റെ ജീവിതം എത്തിയിരിക്കുന്നു. യൂണിവേഴ്സിറ്റി എവിടെയുണ്ട് ഇപ്പോൾ പാത്രത്തിൽ ആകമായ സുറിയാനി സഭ എന്നൊരു സഭ ലോകത്തില്ല. ഒരു പാത്രത്തിൽ അങ്ങനെ രക്തക്കെട്ട് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ആകമായ സുറിയാനി സഭയുടെ പാത്രത്തിൽ എന്നാണ് രക്തക്കെട്ടിൽ എഴുതുന്നത്. ഇപ്പൊ നമ്മുടെ സർക്കാർ തിരുമേനി എവിടെയാണ്? ആ മാനത്തിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. അന്ത്യോക്യയിൽ വേറോട്ടി പോയി, വേറോട്ടുണ്ട് ഡെമാസ്കസിൽ പോയി. ഇപ്പൊ ഡെമാസ്കസിൽ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. ഈ രക്തസാക്ഷികളുടെ രക്തം പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവസന്നിധിയിൽ ശബ്ദമെത്തിയിരിക്കുന്നു. ഈ ഭീകരന്മാരെ ഇങ്ങോട്ട് വാങ്ങിച്ചയക്കുന്ന അന്ത്യോക്യ പാത്രികമായ അദ്ദേഹത്തിന്റെ സഭയിൽ ഭൂമുഖത്തു നിന്ന് തുളച്ച് നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ പറയാൻ എന്ത് സംഭവിക്കണം? അനുദിക്കുന്ന ഭാവിയിൽ ഇനിയും സംഭവിക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനോടകം നിങ്ങളെല്ലാം ഊഹിച്ചാൽ മതി. ആ ലൈംഗിക വായുവോടുകൂടി വന്നെത്തിയിരിക്കുന്നതെല്ലാം ഇവിടെ തകർന്ന് തരിപ്പണമായി അസ്തമിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന കാര്യം മനസ്സിലോർത്ത് ദൈവത്തോട് നാം നന്ദിയുള്ളവരായി പ്രാർത്ഥിക്കുന്നവരായി പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും അതിജീവിക്കുന്നവരായി
കഴിഞ്ഞുകൂടണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.